നമസ്കാരം. എ.ഡി.എം നവീൻ ബാബുവിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവച്ചോളൂ എന്ന് തന്നെയാണ് കൊലയാളി പാർട്ടിയായ CPM പറയുന്നത്. CPMന്റെ നയം ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. വാളയാറിൽ സംഭവിച്ചതും പീഡന കേസുകളിലെ നേതാക്കൾക്ക് ലഭിക്കുന്ന സ്വീകരണവും കൊലയാളികൾക്ക് നൽകുന്ന സ്വീകരണവും ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി എന്നതുപോലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്നാണ് CPM നേതാക്കൾ, വിശേഷിച്ച് പത്തനംതിട്ട ജില്ലാ നേതൃത്വം സദാ പറയാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതും ദിവ്യയും പ്രശാന്തനും കളക്ടർ അരുൺ കെ വിജയനും ഒക്കെ അവർക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടതാണ് എന്നതൊക്കെ CPM തെളിയിച്ചും കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലും കണ്ടത് ഇതുതന്നെയല്ലേ. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ സർക്കാരും പാർട്ടിയും എതിർക്കുകയാണ് ചെയ്തത്. കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും എത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് ദിവ്യക്കെതിരെയുള്ള അച്ചടക്ക നടപടി തെറ്റുതിരുത്താൻ വേണ്ടിയുള്ളതാണെന്നും പാർട്ടി നേതാക്കൾക്ക് അവരെ കാണുന്നതിൽ വിലക്കില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇതിലൂടെയൊക്കെ എന്താണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തവുമാണ്. ദിവ്യയുടെ അറസ്റ്റും തരം താഴ്ത്തലും ഒക്കെ ഉപതിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മാത്രമാണ് നടന്നത്. ഇല്ലെങ്കിൽ CPMന് വൻ തിരിച്ചടി തന്നെ നേരിടേണ്ടി വന്നേനെ. അത് മാത്രം മുന്നിൽ കണ്ടാണ് PP ശശിയുടെ എല്ലാമായിട്ടുള്ള ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുന്ന തിരക്കഥ ഒരുങ്ങിയത്. എന്തായാലും അതിനു മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ദിവ്യയെ അവർ കൈവിടില്ല എന്നത്. കാരണം ദിവ്യ അവർക്ക് വേണ്ടപ്പെട്ട ആ ഉന്നതന്റെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റും ജാമ്യവുമെല്ലാം അവരുടെ തിരക്കഥ പ്രകാരമായിരുന്നു. പക്ഷെ ആ നാടകം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മുന്നിൽ പൊളിഞ്ഞു. സർക്കാരും പാർട്ടിയും ഒപ്പമുണ്ട് എന്ന ചിന്ത പൂർണ്ണമായും ഇല്ലാതെയാക്കി. മുൻ നിശ്ചയിക്കപ്പെട്ട പോലെ തന്നെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയും അവരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇപ്പോൾ നടന്ന ഒരു സംഭവ വികാസം ദിവ്യയെ CPM ഏതു രീതിയിലാണ് കരുതുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്ന പദവിയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് മയിൽ ഡിവിഷനിലെ NV ശ്രീജിനി രാജിവെച്ച സീറ്റിലേക്കാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജാമ്യം ലഭിച്ച ദിവ്യയെ ഉൾപ്പെടുത്തിയത്. NV ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുത്തു. ഡിസംബർ 11-നാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. PP ദിവ്യയെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവം. കണ്ണൂർ ADM പത്മചന്ദ്ര കുറുപ്പാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത്. നേരത്തെ ADM നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോൾ CPM PP ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. ഇരിണാവ് ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത്. സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യയ്ക്ക് തരം താഴ്ത്തിയ അവസരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദിവ്യ മട്ടന്നൂർ അല്ലെങ്കിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുകയും MLA ആവുകയും ചെയ്യുമെന്ന് ഉറപ്പായി. പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയും. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ PP ദിവ്യയ്ക്ക് പൂർണ്ണമായ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അഭിഭാഷകനായ K വിശ്വനാണ് ദിവ്യയുടെ കേസ് വാദിക്കുന്നത്.
തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതും വിശ്വന്റെ ആശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ്. എന്തായാലും CPM പൊന്നുപോലെ തന്നെ ദിവ്യയെ കൊണ്ടു നടക്കുമെന്ന് ഈ നീക്കങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. നന്ദി.